ആനുവൽ എക്സാമിന് എൻ്റെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ സ്ട്രാറ്റജീസ് എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രാറ്റജീസ് നോക്കിയാലോ? അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഈ ഓരോ സ്ട്രാറ്റജീസും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. കാരണം നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല, ഇത് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് സ്ട്രാറ്റജീസ് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എക്സാം ഏതും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യത്തെ 10 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കാമായിട്ടിരുന്ന് വായിക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാമായിട്ടിരുന്ന് വായിച്ചതിന് ശേഷം അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് പേപ്പർ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ, ഇതെനിക്കറിയാം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലൈവ് ഒക്കെ കണ്ട് പഠിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ആദ്യം എഴുതാൻ പറ്റുന്ന ഏതാണ്, ഞാൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അങ്ങനെ നിങ്ങൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം കീവേഡ്സ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. കീവേഡ്സ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, ചിലപ്പോൾ ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആവാം, ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായിരിക്കാം. അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കി ഇത് ഡ്രോയിങ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണോ, അപ്പോൾ ഏതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ കീവേഡ്, അപ്പോൾ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ മാത്സിനാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഈ കീവേഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ സെക്ഷന് വേണ്ടിയിട്ട് ടൈം ഒന്ന് മൈൻഡിലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ എത്ര അവേഴ്സിൻ്റെ എക്സാം ആണോ, അപ്പോൾ അതിൽ ഇത്ര ടൈം 1 മാർക്കിനെയും 2 മാർക്കിനെയും സെക്ഷൻസിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഇത്ര ടൈം 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് മാറ്റി വയ്ക്കുക. ലാസ്റ്റ് കുറച്ച് ടൈം എന്തായാലും ഒരു 1 hour ഒക്കെ നിങ്ങൾക്ക് ലോങ് ആൻസേഴ്സ് എഴുതാനായിട്ട് വേണ്ടി വരും. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെക്ഷൻ വൈസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 80 മാർക്സിൻ്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഒരു 15 to 20 മിനിറ്റ്സ് അതിനുള്ളിൽ നിങ്ങൾ തീർക്കണം. കാരണം നമുക്ക് ഈ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊന്നും ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല. കാരണം നമുക്ക് എന്താണ്, ആ എക്സാം ആണ്, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 1 മാർക്കിന് നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനൊന്നും നിങ്ങൾക്ക് എഴുതാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഇതേപോലെ ടൈമിനെ ഡിവൈഡ് ചെയ്യുക. അത് നിങ്ങളുടെ അക്കോർഡിംഗ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കാരണം ഒരുപാട് കുട്ടികൾ മിസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ ആൻസേഴ്സ് മിസ്സും ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മാത്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാൻ അത്രയും കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മിസ് ആദ്യം എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ കാൽക്കുലേഷൻസിലൊന്നും എറർ ഇല്ലാതെ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്യുക. ദെൻ അടുത്തെന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓരോ സബ്ജക്റ്റിനും ഓരോ രീതിക്കാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ് ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ എഴുതണം അല്ലേ, എഴുതാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം അല്ലേ. ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു ഹാഫ് പേജ് നിങ്ങൾ എഴുതണം. അതുപോലെ 4 മാർക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു ഫുൾ പേജ് എഴുതണം. അപ്പോൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത്ര പേജ്, ഇത്ര വേർഡ്സ്, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്യാരക്ടർ സ്കെച്ചൊക്കെ ആണെങ്കിൽ ആളുടെ ക്യാരക്ടർ എഴുതിയാൽ മതി. ചോദിച്ച കാര്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതുക. അല്ലാതെ കൂടുതൽ ആ സ്റ്റോറീനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട. ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ആ പോയിന്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതുക. കീവേഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയുന്ന സമയത്ത് ആ ക്യാരക്ടറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണോ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാം. കാരണം അത് കണ്ട ടീച്ചർ അപ്പം നിങ്ങൾ മാർക്ക് തരും. അപ്പം അങ്ങനത്തെ കീവേഡ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വലിയ ലോങ് പാരഗ്രാഫ് ഒന്നും എഴുതി വെക്കാൻ നിൽക്കരുത്. അതായത് നിങ്ങൾ കുറേ ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പേജ് എഴുതി കഴിഞ്ഞാൽ ടീച്ചർക്ക് അതൊക്കെ നോക്കാൻ ഭയങ്കര പാടാണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാർക്കിനനുസരിച്ച് ആവശ്യാനുസരണം മാത്രം ഉത്തരങ്ങൾ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷിലായിക്കോട്ടെ, ഹിന്ദിയിലായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എന്ത് ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ലെറ്ററിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഡയറി എഴുതുമ്പോൾ ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആ ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അതേപോലെ തന്നെ സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് എൻ്റെ കുട്ടികൾ കീപ്പ് ചെയ്യുക. അതായത് ആ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്, കൺക്ലൂഡിങ്, അതിങ്ങനെ പാരഗ്രാഫ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്പെല്ലിങ്ങും ഗ്രാമറൊക്കെ തെറ്റിക്കാതെ നിങ്ങൾ എഴുതാം. സയൻസ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡെഫിനിഷൻ വേണം. അപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി എന്തും ആയിക്കോട്ടെ, കറക്റ്റായിട്ട് എന്ത് വേണം, നിങ്ങൾ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ എഴുതണം. അതേ
അതേപോലെ തന്നെ നീറ്റ് ആയിട്ട് ഡയഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ബയോളജിയിലൊക്കെ ഡയഗ്രാംസ് നിങ്ങൾക്ക് വരയ്ക്കാനുണ്ടെങ്കിൽ നീറ്റ് ആയിട്ട് ലേബൽ ചെയ്തുകൊണ്ട് അത് വരയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോരോ സ്റ്റെപ്സ് എഴുതുക. ഇപ്പോൾ മാത്സിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലംസിന്റെ സ്റ്റെപ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോന്നിന്റെയും സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് എഴുതുക. ജസ്റ്റ് നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ പോരാ, എല്ലാത്തിന്റെയും സ്റ്റെപ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ എഴുതുന്ന സമയത്ത് അവിടെ എക്സാമ്പിൾസ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സാമ്പിൾ എന്താണെന്നുള്ളത് അവിടെ കൊടുക്കണം. ഓക്കെ, നീഡഡ് ആണ്, അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എക്സാമ്പിൾ അവിടെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. സയന്റിഫിക് ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോഷ്യൽ സയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റഡ് ആയിട്ട് പോയിന്റ് വൈസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഡേറ്റ്, പ്ലേസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിനെ അണ്ടർലൈൻ ചെയ്യുക. മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീറ്റ് ആയിട്ട് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഡ്രോ ചെയ്യുക കേട്ടോ. നീറ്റ് ആയിട്ട് നിങ്ങൾ വരച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. നീറ്റ് ഡയഗ്രാംസിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നീറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ അടുത്തത് പ്രസന്റേഷൻ. നമ്മുടെ ആൻസർ പേപ്പർ എങ്ങനെയാണ് കാണാൻ, ലുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ കളർ പെൻ ഉപയോഗിക്കണം, കളർ പെൻസിൽ വേണം. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങളുടെ പേപ്പർ നീറ്റ് ആയിരുന്നാൽ മതി. മാർജിൻ പ്രോപ്പർ ആയിട്ട് വേണം. പ്രോപ്പർ ആയിട്ട് ആ മാർജിനിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇടുക. അതേപോലെ തന്നെ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് വായിച്ച ടീച്ചർക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വലിയ അച്ചടി ഭാഷ അച്ചടിച്ച പോലെയൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എഴുതുന്നത് ടീച്ചർക്ക് മനസ്സിലാവണം, വായിക്കാൻ പറ്റണം. കാരണം നമ്മൾ എത്ര ഉത്തരം അറിയാവുന്ന ആളാണ്, എന്നിട്ട് ആ ഉത്തരം ടീച്ചർക്ക് വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ടീച്ചർക്ക് വായിക്കാൻ പറ്റണം. അതുപോലെ തന്നെ പെൻസിൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട്. അവസാനത്തെ ഉത്തരങ്ങളുടെ അടിയിലൊക്കെ വരയ്ക്കാൻ മറക്കരുത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് ഇതെല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യും. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ചില നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുകളയും. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും എനി 4, മസ്റ്റായിട്ട് നിങ്ങൾ എനി 4 ചെയ്യണം, അല്ലെങ്കിൽ എനി 3, എനി 5. അപ്പം നിങ്ങൾ അത് മറന്നു പോകും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പിന്നെ അത് വിട്ടുപോകും, ആ ഒരു സെക്ഷനിൽ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നോക്കുക, എത്ര എണ്ണം വേണം ആ സെക്ഷനിൽ നിന്ന്. അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് എഴുതാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ സ്റ്റക്കായിട്ട് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. കിട്ടുന്നില്ലെങ്കിൽ അത് വിട്ട് കളയാൻ അടുത്തത് നോക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ കുറേ നേരം സ്റ്റക്ക് ആയിരിക്കരുത്. അതുപോലെ തന്നെ ലാസ്റ്റ് പേജ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യാണ്ട് വിടരുത്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അവസാനം ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് ചിലപ്പോൾ അവസാനത്തേക്ക് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കിൽ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് 15 മിനിറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ലാസ്റ്റ് 10 മിനിറ്റിന് മുന്നേ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിരിക്കണം. ഓക്കെ, അതിന് മുന്നേ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റ് ഒന്ന് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടില്ലേ, എല്ലാ സെക്ഷനിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലേ. ഇപ്പോൾ ഈ സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 എണ്ണം ഞാൻ എഴുതിയിട്ടില്ലേ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാത്തിനും പ്രോപ്പറായിട്ട് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ, അവസാനത്തെ ആൻസർ ഞാൻ അടിയിൽ വരച്ചിട്ടില്ലേ, കീവേഡ്സ് എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ അവസാനത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ലാസ്റ്റ്ലി വേണ്ടത് എന്താണ്, ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം അല്ലേ. എക്സാം ആ ഒരു പ്രോപ്പർ അത്രയും ടൈം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് എഴുതാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് കൂടി എൻ്റെ കുട്ടികൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.